തേജ ഭായ്, ഈ പ്രോപ്പർട്ടി ഒഴിയാൻ ഞാൻ തീരുമാനിച്ച വില ഇതിനുള്ളിലുണ്ട്. ഇനി 30 മിനിറ്റ്, അതിനുള്ളിൽ ഈ കെട്ടിടം നിങ്ങൾ ഒഴിഞ്ഞു തരണം. അഡ്വക്കേറ്റ്, ഇവന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കാനുള്ള പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ട് വാങ്ങിക്കും. നമ്മുടെ ഈ പരിചയപ്പെടൽ പുറം ലോകം അറിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒന്നുകൂടി പരിചയപ്പെടേണ്ടി വരും. നിങ്ങളൊരു മലയാളി ആയിപ്പോയതുകൊണ്ടാണ് തേജയുടെ സീല് പൊളിച്ചിട്ടും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി ഇന്നത്തോടെ തേജ ഭായിയുടേതായി കഴിഞ്ഞു. ഇത് മാത്രമല്ല, വി കോർപ്പറേഷന്റെ മെറീൻ സ്റ്റേഷൻ, സെൻട്രൽ കാനപ്പി, മിറാരി ഡാഡ് എന്നീ സ്ഥലങ്ങളിലെ പ്രോപ്പർട്ടികളും ഞാൻ ഒഴിപ്പിക്കും. മിസ്റ്റർ ഗോപകുമാർ, നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിക്കൂ, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ. Never, ever see you again. ഭായ് വേണ്ട. എന്തേ? വെള്ളക്കോട്ട് ചീത്തയാവും. കുറച്ചു നാളായില്ലേ ഒന്ന് ദേഹം അനങ്ങിയിട്ട്. നീ പോയിട്ട് വണ്ടി വിട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിഞ്ഞ് ചുവട് വെച്ചില്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാലും കഥയുടെ തുടക്കത്തിൽ ഇത് വേണോ? വേണം, അല്ലെങ്കിൽ ചിലപ്പോ ടൈം കിട്ടിയെന്ന് വരില്ല. ഓക്കെ. ബ്ലേഡ്, വണ്ടി എവിടാ?
ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. നമുക്കുണ്ടല്ലോ KLL പിടിപാട്. ഓക്കെ. സോറി, ഐ എം സോറി. ഞാൻ ഭായിയുടെ പേര് പറയില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. ഈ നാട് വിട്ടു പോയിക്കോളാം. ഭായി, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഞാനൊരു മലയാളിയാണ്. ആണ്, നീ ഒരു മലയാളിയാണ്. അതുകൊണ്ടാണല്ലോ എന്നെ ആളെ അയച്ച് തല്ലിക്കാൻ വിധം ചെറ്റത്തരം കാണിക്കാൻ നീ തയ്യാറായത്. മിസ്റ്റർ ഗോപകുമാർ, ഒരു ചാൻസ് ഞാൻ തന്നു. പക്ഷെ ഇനി നീ ജീവിച്ചിരിക്കുന്നത് എന്റെ ഇമേജിന് റിസ്ക് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നീ പ്രാർത്ഥിച്ചോ? രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു. എങ്കിൽ നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടില്ല. സോറി മിസ്റ്റർ ഗോപകുമാർ. ബ്ലേഡ് അഞ്ച് മണിയായി. നീ ഭയങ്കര ഭാഗ്യവാനാണ്. അതല്ലെങ്കിൽ ഈശ്വരൻ നിന്റെ പ്രാർത്ഥന ദാ ഇപ്പൊ കേട്ടിരിക്കുന്നു. ഏതായാലും സമയം 5 മണിയായ സ്ഥിതിക്ക് ഇനി ഞാൻ ഓഫ് ഡ്യൂട്ടിയാണ്. മാത്രമല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു നല്ല കാര്യം ചെയ്യണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ആയുസ് നീട്ടിക്കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. Never ever see you again. ഭായ്, നമ്മൾ ലേറ്റായി. ഇന്നെന്താ പ്ലാൻ? ഇങ്ങനെ നോട്ടീസ് വിതരണം ചെയ്തോണ്ട് പബ്ലിക് റോഡിൽ നിൽക്കാൻ? നിഷ, ഇപ്പൊ പടരുന്ന എപ്പിഡമിക്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ടെംപ്ലേറ്റ്സ് ആണ്. ഇതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? നിഷ, ഇങ്ങനെ കണ്ണു ചൊറിയില്ലാതെ ചിന്തിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് ബേബി. നിന്റെ ഫിലോസഫി എനിക്ക് മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ 12 വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ടായി നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നെ പോലെ ചിന്തിക്കുന്ന, ജീവകാരുണ്യത്തിനായി സഹജീവികൾക്കായി സമയം കണ്ടെത്തുന്ന, നീ പറഞ്ഞതുപോലെ എന്റെ ഫിലോസഫിയെ മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു. What? Love? No, I'm just confused. Then it is love. പറ. ആരാ അത്? റോഷൻ വർമ്മ. ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ഒരു സ്ട്രേഞ്ച് ഇൻസിഡന്റിലൂടെയാണ്.
എനിക്കെപ്പോ നീ ഈ പറഞ്ഞ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ റോഷൻ ഇപ്പൊ ഇവിടെ എത്തും. പക്ഷേ വേദി, എനിക്കിപ്പോ സമയമില്ല. ഹായ്. ഹായ് വേദിക. ഹായ്. ഇത് നിഷ, എന്റെ ബെസ്റ്റ് ഓ. ഫ്രണ്ട്. നിഷ, ഇത് റോഷൻ. ഹായ്. ഹലോ. എങ്ങനെ നിഷയും സോഷ്യൽ സർവീസിലൊക്കെ ഇൻവോൾവ് ആണോ? ഓ നോ. കഷ്ടം. ഇതാണ് ഇന്നത്തെ ജനറേഷന്റെ കുഴപ്പം. ആർക്കും ആരോടും സിമ്പതിയില്ല, ഫീലിങ്സ് ഇല്ല, ദയയില്ല, ദാക്ഷിണ്യമില്ല. മനുഷ്യനെ തന്നെ വെറുക്കുന്നു, ഭയക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ മുഴുവൻ സമയവും ജീവകാരുണ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ വഴി ഒരു ദിവസം ഒരാൾക്കെങ്കിലും ആശ്വാസം ലഭിച്ചാൽ എനിക്ക് അത്രയും സമാധാനം. Please help me, madam. Japan Tsunami Relief Fund. Thank you, madam. Thank you. Thank you, madam. എക്സ്ക്യൂസ് മീ, Sir. 1 minute. Yes, sir. ജപ്പാൻ Japan സുനാമി. Tsunami Relief Fund, sir. Oh my Please help God. me, sir. Please wait. ജപ്പാനിലാണെങ്കിലും അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ. ഓ സോറി, സമയം എന്തായി? 5:50. ഓ മൈ ഗോഡ്, ഐ എം ലേറ്റ്. ഇന്ന് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഐ എം സോറി വേദിക. ഒരു മക്കൾ ഉപേക്ഷിച്ച് പോയ വയസ്സായ കപ്പിൾ, അവരെയും കൊണ്ടൊരു സിറ്റി ടൂർ. അപ്പൊ ഇനി നാളെ കൃത്യം 5 മണിക്ക്. ഓക്കെ, ബൈ. I'm impressed. പക്ഷേ കുറച്ച് ഓവറല്ലേ? No, no. He's genuine.